അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് അകലുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീഴുന്നു. ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണിത്. സാധാരണഗതിയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഇസ്രയേലുമായി ചർച്ച ചെയ്തിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നാണ് ലോകം കരുതിയത്. ഇവിടെ ഇറാൻ്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ചില ഉപരോധങ്ങളൊക്കെ അമേരിക്ക ഏർപ്പെടുത്തി. അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇസ്രയേൽ അറിയാതെ ഇറാനുമായിട്ട് അമേരിക്ക നടത്തുന്നു. ഒപ്പം ഹമാസ് പിടിച്ചുവെച്ച ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും ചില ചർച്ചകൾ നടത്തുന്നു. ഇവിടെയൊന്നും നെതന്യാഹു ഇല്ല. മാത്രമല്ല, ഈ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായതുകൊണ്ട് തന്നെ ലോകത്തെ ഇനി ഇവർ നിയന്ത്രിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഇത് അറബ് രാജ്യങ്ങൾക്കും അത്ര ഇഷ്ടപ്പെട്ടിരുന്നൊന്നുമില്ല. എന്തായാലും രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ സന്ദർശിച്ച ലോക നേതാവ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം, സൗഹൃദത്തിൻ്റെ ഒരു ഇഴയെടുപ്പം ഇതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ ട്രംപിന് താല്പര്യമുണ്ട്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശനത്തിനായിട്ട് ട്രംപ് പോകുമ്പോൾ അവിടെ വെച്ച് ഇസ്രയേൽ ഒരു സ്വതന്ത്ര പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നുള്ള പ്രഖ്യാപനം നടത്തും. ഒപ്പം സിറിയയ്ക്ക് മേലുള്ള ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കും. ഇത് അറബ് രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തകളാക്കി പുറത്തേക്ക് വിടുന്നു. ലോക രാജ്യങ്ങളെല്ലാം തന്നെ അത് ചർച്ച ചെയ്യുന്നു. അപ്പം നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് ഈ ട്രംപ് നെതന്യാഹുവിൽ നിന്നുള്ള അകലാനുള്ള കാരണം? ഇരുവരും തമ്മിൽ ഫോണിൽ പോലും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേലിലേക്ക് തുടരുകയാണ്. 4 ദിവസം തുടർച്ചയായിട്ട് ആക്രമണം നടത്തി. അതായത് ബെൻഗൂറിയൻ എയർപോർട്ട് ഞങ്ങൾ തകർക്കുമെന്ന നിലയിൽ ഹൂത്തികൾ ലോകത്തെ വിമാന കമ്പനികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. നിങ്ങൾ അങ്ങോട്ടേക്ക് സർവീസ് നടത്തരുത്, ഞങ്ങളത് തകർക്കുമെന്ന് പറയും. ഇസ്രായേലിനെ സംബന്ധിച്ച് വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ താഡുണ്ട്, അതുപോലെ അയൺ ഡോം ഉണ്ട്, ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ആരോ ഉണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി ഈ ബെൻഗൂറിയൻ എയർപോർട്ടിന് സമീപത്തേക്ക് ഹൂത്തികളുടെ മിസൈൽ വന്ന് വീണിരുന്നു. ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ എവിടെയോ വിള്ളലുണ്ടായി എന്നാണ് അർത്ഥം. മാത്രമല്ല, ഇത്തരം ആക്രമണം ഉണ്ടായിട്ടും അമേരിക്ക യാതൊരു നിലപാടും സ്വീകരിച്ചില്ല, യാതൊന്നും പറയുകയും ചെയ്തില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഞങ്ങൾ ഇത്തരത്തിൽ ഇറാനുമായി ചർച്ച നടത്തുന്നുണ്ട്, ഈ പറയുന്ന പിന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട്, അതുപോലെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിൻകോഫ് കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. അതായത് ഇസ്രയേലിലെ ഈ യുദ്ധക്കൊതിക്ക് കാരണമെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതായത് അമേരിക്ക പറഞ്ഞിട്ട് പോലും യുദ്ധം നിർത്താനുള്ള യാതൊരു സാഹചര്യവും ഇസ്രായേൽ വെച്ച് പുലർത്തുന്നില്ല. അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയെ മുഴുവൻ സംഘർഷഭരിതമാക്കുന്നത് ഈ പറയുന്ന ഇറാനാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അവിടെ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ ഭരണകൂടം അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയുടേതായ വ്യോമസേനയുടെ വിമാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ B-2 ബോംബർ വിമാനങ്ങൾ, ഇതൊക്കെ തന്നെ അമേരിക്ക പിൻവലിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഇറാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇസ്രായേലിനുണ്ടെങ്കിൽ അത് അവർ തീർത്തോണം, ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ട്രംപ് പതുക്കെ സ്റ്റെപ്പ് മാറ്റിവെക്കുകയാണ്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയെ ലോകത്തെ ഒരു രാജ്യങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റാത്തത്. എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാം. അപ്പോൾ B-2 ബോംബർ വിമാനങ്ങളൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ ഒരു പിന്തുണ അവർക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ ഇറാൻ ആണവ പരീക്ഷണമൊക്കെ നടത്തുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇസ്രായേലാണ് അതിനെ എതിർത്തൊക്കെ രംഗത്ത് വന്നത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളും ഇത് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തും, അത് ഞങ്ങളുടെ ശാസ്ത്ര മേഖലയുടെ വിജയമാണ്, അത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ അമേരിക്കയുടെ ഒരു പിന്തുണ കിട്ടണം. നേരത്തെ സിറിയ ഭരിച്ച ബാഷർ അൽ അസാദ് എന്ന് പറയുന്ന ഭരണാധികാരി ഏതാണ്ട് റഷ്യയുടെ ഒരു വലിയ സപ്പോർട്ടറായിരുന്നു. റഷ്യയാണ് അവർക്ക് ആയുധങ്ങളും പണവും ഒക്കെ നൽകിയത്. 13 വർഷത്തോളം സിറിയ ഭരിച്ച് ആ രാജ്യത്തെ പട്ടിണിയിലേക്ക് നയിച്ച ഒരു ഭരണാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ആ രാജ്യത്തെ വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് വിമത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഒടുവിൽ അവിടെ വലിയ പട്ടാള അട്ടിമറിയൊക്കെ നടന്നു. അങ്ങനെയാണ് അവിടുത്തെ വിമത നേതാവായ അഹമ്മദ് അൽ ഷറേ താൽക്കാലിക പ്രസിഡൻ്റായിട്ട് സിറിയയിലേക്ക് വരുന്നത്. ഈ അഹമ്മദ് അൽ ഷറയുമായിട്ട് ട്രംപ് ഒന്ന് കൂടിക്കാഴ്ച നടത്തണമെന്ന് ആവശ്യം പല മേഖലകളിൽ നിന്ന് ഉയർന്നു. പ്രധാനമായിട്ടും സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനാണ് ഇത് പ്രധാനമായും ഉന്നയിച്ചത്. ഒപ്പം തുർക്കിയുടെ പ്രസിഡൻ്റായ തൊയ്ബ് എർദോഗനും ഈ ആവശ്യം ഉന്നയിച്ചു.
അങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താം, അൽഷറയുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഗൾഫ് US ഉച്ചകോടി റിയാദിൽ നടന്നു. റിയാദ് കിങ് അബ്ദുൽ അസീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഈ കോൺഫറൻസിൽ അല്ലെങ്കിൽ ഈ യോഗത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി, UAE, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളെല്ലാം തന്നെ പങ്കെടുത്തു. ഈ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സൗദിയുടെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഈ ഷറയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിറിയൻ ഭരണാധികാരിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു, സിറിയയ്ക്ക് മേൽ ഞങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം പിൻവലിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കിനി സ്വതന്ത്രമായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ഈ ബാഷർ അൽ അസദിൻ്റെ കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഈ രാജ്യത്തെ, അതായത് സിറിയയെ ഒന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോക രാജ്യങ്ങൾ, സംഘടനകളൊക്കെ ലോൺ തരും, സാമ്പത്തിക സഹായങ്ങൾ നൽകും, ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സിറിയയും പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ട്രംപ് പറയുന്നു, എന്നെ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി കിരീടാവകാശിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള റൂളേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ ഇപ്പോൾ താല്പര്യം സൗദി അറേബ്യയുടെ ഭരണാധികാരിയോടാണ്, ഒപ്പം സിറിയയുടെ ഭരണാധികാരിയോടാണ്. അപ്പോൾ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഡൊണാൾഡ് ട്രംപിനെ ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ്. ഇപ്പം നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഉക്രൈനോട് യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കേട്ടില്ല. അങ്ങനെ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് വളരെയധികം അപമാനിക്കുകയും ചെയ്തു. അപ്പോൾ താൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്തും പറയുന്ന ഒരാളാണ് ട്രംപ്. അങ്ങനെ ആകെ ദുരിതത്തിലായ ഉക്രൈൻ ഒടുവിൽ അവരുടെ രാജ്യത്ത് നിന്ന് ധാതു സമ്പത്തൊക്കെ അമേരിക്കയിലേക്ക് നൽകാമെന്ന എഗ്രിമെൻറ്റിലേക്ക് എത്തി. അതോടുകൂടിയാണ് ആ നിലപാടൊക്കെ മാറ്റിയും ട്രംപ് പിന്നീട് ഈ സെലൻസ്കിയുമായിട്ടൊക്കെ അടുത്തത്. ഇവിടെയും ഏതാണ്ട് സമാനമായ സാഹചര്യം, അതായത് നെതന്യാഹുവിനോട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു, ഗസയിലെ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന് ഒരു പണി കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് ട്രംപ് മാറുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ, ട്രംപ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാം എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. മാത്രമല്ല, ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള കൂടുതൽ ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രം കൂടിയാണ് അതിൻ്റെ പിന്നിലെന്നറിയാം. ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനി ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട, ആണവ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ നീക്കത്തെ ഒരുപക്ഷെ ഇവർ തടയില്ല. അതായത് അവരെന്തും ചെയ്തോട്ടെ, ഇസ്രായേൽ എന്താ വെച്ചാൽ കാണിച്ചോട്ടെ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇതിനകത്ത് ഇടപെടില്ല, ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മൊത്തം മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ് സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം വലിയൊരു സപ്പോർട്ടർ. എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്നത്, സൈനിക സഹായം നൽകുന്നതൊക്കെ അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നൊന്ന് അകലുന്നത്. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹൂത്തികൾ അവിടേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്നു. ഇതിന് തിരിച്ചടിയൊക്കെ ഇസ്രായേൽ നൽകുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ജനത ഇപ്പോൾ പരിഭ്രാന്തരാണ്. കാരണം ട്രംപും അമേരിക്കയും തങ്ങളെ കൈവിട്ടു എന്നൊരു സംശയം അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഈ ഒരു സംശയമുണ്ട്. എന്തായാലും മുഹമ്മദ് ബിൻ സൽമാനും, അതായത് ഈ പറയുന്ന സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ വീണിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ സിറിയയുടെ പുതിയ ഭരണാധികാരിയായ അഹമ്മദ് അൽ ഷറയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. 25 വർഷത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ റഷ്യയെ ഈ പറയുന്ന സിറിയയിൽ നിന്ന് അകറ്റുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം സിറിയയും അമേരിക്കയും കൂടി അടുത്തു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. കാലാകാലങ്ങളെ അവിടുത്തെ ആർമി ബേസ് അല്ലെങ്കിൽ അവിടുത്തെ മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന റഷ്യയായിരുന്നു. ആ റഷ്യയെ പിന്തുണച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പഴയ ഭരണാധികാരിയായിരുന്നു ബാഷർ അൽ അസദ്. ബാഷർ അൽ അസദ് മാറി ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. സിറിയ, അതുപോലെ തന്നെ ഈ തുർക്കി, ഒപ്പം സൗദി അറേബ്യ, ഇങ്ങനെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു. ഇവരുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് അമേരിക്ക തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ ഏതാണ്ട് പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ട്രംപിൻ്റെ ഗൾഫ് പര്യടനം തുടരുകയാണ്. UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അവിടെ വെച്ച് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നറിയില്ല. എന്തായാലും സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാനാണ് തൻ്റെ അടുത്ത ഫ്രണ്ട്,
തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ട്രംപിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ നിലപാടുകൾ ഇസ്രയേൽ ജനതയും ഒപ്പം ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ ഹമാസ് ഭീകരനുമായിട്ട് ഇറാനുമായിട്ടൊക്കെയുള്ള പ്രശ്നം ഇസ്രായേൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇസ്രായേൽ സാമ്പത്തികമായി ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അമേരിക്കയുടെ പിന്തുണ സഹായം കൂടി ഇല്ലാതായാൽ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ട്രംപിൻ്റെയും അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെയും പിണക്കം ഒരു വേർപിരിയലിൻ്റെ വക്കിലേക്ക് എത്തുകയാണോ എന്ന് പറഞ്ഞാൽ ട്രംപും നെതന്യാഹുവും അടിച്ചു പിരിഞ്ഞോ എന്നുള്ള സംശയത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ ലോകക്രമത്തിൽ, അതായത് ജിയോ പൊളിറ്റിക്സിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും. അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.